My Indian passport has created a big traffic block. ഞാനും അവസാനം റിസ്ക് എടുത്ത് ഈ വീഡിയോ ചെയ്യുവാണ്. എന്നെ രാജ്യദ്രോഹിയാക്കിയേക്കാം, എന്നെ തീവ്രവാദിയാക്കിയേക്കാം. പക്ഷെ ഞാൻ പച്ച ഒരു സത്യം പറയാണ്, നിങ്ങളുടെ കയ്യിൽ ഈ സാധനം ഉണ്ടോ, നിങ്ങൾ പെട്ടു. അത് നിങ്ങൾ ജീവിതത്തിൽ ഒരു ഫുൾ ടൈം ട്രാവലർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങൾ പെട്ടു കേട്ടോ. എന്റെ കയ്യിൽ ഈ പാസ്പോർട്ടിൽ ഒരു അമേരിക്കൻ വിസ ഉണ്ടെങ്കിൽ ആ അമേരിക്കൻ വിസയ്ക്ക് ഈ ഒരു ഫുള്ള് പാസ്പോർട്ടിനെയും കാട്ടി വില ഉണ്ട്. ഞാൻ യുക്രൈനിൽ പോകാൻ കുറെ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നു. യുദ്ധം പൊന്നു മാഹിനെ, നീ ഒരു കാര്യം ആലോചിക്കണം. നിന്റെ പാസ്പോർട്ടും ഇന്ത്യ രാജ്യം മാത്രമല്ല പ്രശ്നം, നിന്റെ മതവും ഒരു പ്രശ്നം തന്നെയാണ്. കാരണം നീ ഒരു ജിഹാദി മതത്തിൽ പറഞ്ഞ ഒരാളാണ്. അപ്പൊ നിനക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഈ നാട്ടിൽ ഈ രാജ്യത്ത് ഈ ലോകത്തൊക്കെ നടക്കും. അപ്പൊ അതൊക്കെ സഹിക്കുക തന്നെ വേണ്ടി വരും, വേറെ ഒന്നും ഇതിൽ ചെയ്യാൻ പറ്റില്ല. ഇനി സുജിത് ഭക്തനെ കുറച്ച് കാര്യങ്ങളോട് പറയേണ്ട, അതും കൂടെ കേട്ട് നോക്കാം നമുക്ക്. ഒരു ഇന്ത്യൻ പാസ്പോർട്ട് കൊള്ളൂല, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് കൊള്ളൂല എന്നുള്ളത് ഇപ്പൊ എന്നെ എല്ലാവരും ചിലപ്പോൾ സംഖ്യ ആക്കിയേക്കാം. കമോൺ മാൻ, ഐ ഡോണ്ട് കെയർ. സോ അങ്ങനെ പറയാതെ, അങ്ങനെ പറയുന്നത് ശരിക്കും നമ്മൾ നമ്മുടെ നാടിനെ കുറ്റം പറയല്ലേ. നമ്മുടെ നാടിനെ കുറ്റം പറയുമ്പോൾ കുറ്റം പറയണം, പക്ഷെ നമ്മുടെ നാട്ടിലെ മോശം പറയാം. അങ്ങനെ പറയാതെ നമ്മുടെ പൂർവികരായിട്ടുള്ള യാത്രികർ, നമുക്ക് മുന്നേ യാത്ര ചെയ്ത ആൾക്കാർ കാട്ടിക്കൂട്ടിയ കോപ്രായത്തിനും അവർ കാണിച്ച പ്രശ്നത്തിനും ഒക്കെയാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു വസ്തുത. എനിക്ക് സത്യത്തിൽ സുജിത് ഭക്തനെ പോലത്തെ ഒരാൾ ഇങ്ങനെ പറയുമ്പം എന്തുകൊണ്ട് സംഖ്യയാക്കുന്നു എന്നുള്ളൊരു അവസ്ഥ, അതായത് രാജ്യത്തിനെ പിന്തുണയ്ക്കുന്നവരൊക്കെ സംഖ്യയാക്കുന്നുണ്ടോ? ഇല്ലല്ലേ. രാജ്യത്തിന്റെ ഡിപ്ലോമസി ഭയങ്കരമാണ്, രാജ്യം അങ്ങ് കുതിച്ചു വരികയാണെന്നൊക്കെ പറയുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ സംഖ്യയൊക്കെ ആക്കേണ്ടി വരും. കാരണം രാജ്യത്തിന്റെ കറന്റ് അവസ്ഥ അറിയാത്ത ആളുകളൊന്നുമല്ല ഈ പറഞ്ഞ മഹീനും ഈ പറഞ്ഞ സുജിത് ഭക്തനും. രണ്ടുപേരും നമ്മുടെ നാടിന്റെ അവസ്ഥ അറിയുന്ന ആളുകളൊക്കെ തന്നെയാണ്. അപ്പം ഇല്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ചില മുഖങ്ങൾ മറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമില്ലാണ്ട് നിങ്ങൾ എന്നെ സംഖ്യ എന്ന് വിളിച്ചോ, അല്ലെങ്കിൽ മാഹീനെ നീ പറഞ്ഞത് കറക്റ്റ് അല്ല, നിനക്ക് രാജ്യദ്രോഹിയാണ്, അല്ലെങ്കിൽ നിനക്ക് രാജ്യത്തിനോട് സ്നേഹമില്ല എന്ന് പറഞ്ഞാലൊന്നും കാര്യമില്ല. ആ ഒരു അവസ്ഥയിലോട്ട് നമ്മൾ എത്തിച്ചത് നമ്മുടെ ഡിപ്ലോമസിയൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാരൊക്കെ തന്നെയാണ്. ഏതായാലും സുജിത് ഭക്തന് മതത്തിന്റെ കാര്യം പേടിക്കേണ്ട, മാഹീനാണെങ്കിൽ മതത്തിനെ പേടിച്ചിട്ട് തന്നെ ട്രാവൽ ചെയ്തേ പറ്റൂ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് വരാം. കഴിഞ്ഞ ദിവസം മാഹീന് ഒരു വീഡിയോ ഇട്ടു, ഒരു സ്റ്റോറി ഇട്ടു. അവൻ ഉക്രൈനിലോട്ടുള്ള വിസ നോക്കുന്ന സമയത്ത് അവന് വിസ കിട്ടുന്നില്ല. കാരണം അവൻ്റെ കയ്യിലുള്ള പാസ്പോർട്ട് ഇന്ത്യൻ പാസ്പോർട്ട് ആയതുകൊണ്ട് ഞാൻ ഇവിടെ ജനിച്ചത് തന്നെ ഭയങ്കര ഇതായിപ്പോയി, എനിക്ക് പല സ്ഥലങ്ങളിലോട്ടും പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോന്റെ ക്ലിപ്പ് ഞാൻ വെച്ചുതരാം, ഒന്ന് കണ്ടു നോക്ക്. തുടങ്ങിയ മൂർച്ചമുനയിൽ അതിതായിട്ടുള്ള വലിയ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവസാനം 2 മാസങ്ങൾക്ക് മുന്നെയാണ് യുക്രൈനിൽ ഈ വിസ അനൗൺസ് ചെയ്തത്. ഇന്ത്യക്കാർക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാം. അങ്ങനെ ഞാൻ ഓൺലൈനിൽ അപ്ലൈ ചെയ്തു. പക്ഷേ എന്തോ പെട്ടെന്ന് വെബ്സൈറ്റ് ക്രാഷ് ആയെന്ന് തോന്നുന്നു. ഒരു റിപ്ലൈ ഇല്ല, മെയിലുകൾക്ക് ഒരു മറുപടിയില്ല. അവസാനം ഞാൻ യൂറോപ്പിലെ ഓസ്ട്രേലിയയിലെ വിയന്നയിലെ അവരുടെ യുക്രൈനിയൻ എംബസിയിലോട്ട് വന്നു. അവരും എന്നെ കൈവഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ യൂറോപ്പിൽ ഫ്ലൈ ചെയ്ത് വന്നതിന്റെ പ്രധാന കാരണം യുക്രൈന് പോകാനായിരുന്നു. ഇപ്പൊ ഞാൻ യൂറോപ്പിൽ വന്നതിന് ഒരു അർത്ഥവും ഇല്ലാതായി മാറിയിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇത് യുക്രൈനിൽ മാത്രമല്ല പല രാജ്യങ്ങളിലെ സ്ഥിതി ഇതൊക്കെയാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിൽ പല ഇതിൽ കാണും, ഇന്ത്യക്കാർക്ക് 40 രാജ്യത്ത് പോകാം, 50 രാജ്യത്ത് പോകാം, 60 രാജ്യത്ത് പോകാം. അത് കാണുമ്പോൾ പലരും വിചാരിക്കും ഇന്ത്യൻ പാസ്പോർട്ടിന് ഭയങ്കര വിലയാണെന്ന്. പക്ഷേ യാത്ര ചെയ്യുന്നവർക്കറിയാം ഇന്ത്യൻ പാസ്പോർട്ടിന്റെ വില വളരെ ചെറുതാണ്. നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് കാര്യം. അതായത് മഹീം പറഞ്ഞത് ഇന്ത്യയിൽ ജനിച്ചതുകൊണ്ട് അല്ല ഇന്ത്യക്കാരനായതുകൊണ്ട് മഹീന് പല സ്ഥലങ്ങളിലും പോകാൻ പറ്റുന്നില്ല, കാരണം ഇന്ത്യൻ ഒറിജിൻ ആയതുകൊണ്ട് എന്നാ പറയുന്നത്. അപ്പം ആ ഒരു കാര്യം സത്യത്തിൽ മഹീന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യക്കാരനായതുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ ഇന്ത്യക്കാരനായതുകൊണ്ട് എനിക്ക് എവിടെയും പോകാൻ പറ്റുന്നില്ല, വിസ കിട്ടുന്നില്ല എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് കംപ്ലീറ്റ്ലി നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ കൂടെ നിന്റെ മതവും ഒരു വലിയ പ്രശ്നമാണ്. നിന്റെ മതം എന്ന് പറയുന്നത് ഒരു ഭയങ്കര പ്രശ്നം തന്നെയാണ്. ഈ ഒരു സംഭവത്തിന്, ഈ ഒരു കാര്യം മഹീം പറഞ്ഞതിന് അത് തെറ്റാണ്, അല്ലെങ്കിൽ അത് മോശമായിപ്പോയി എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് സുജിത് ഭക്തന്റെ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ആ വീഡിയോന്റെ ആ ഒരു പോർഷനും കൂടെ ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾ. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഹിച്ച് നൊമാഡ് മാഹിൻ ഇട്ട ഒരു സ്റ്റോറി ഞാൻ കാണാനിടയുണ്ടായി. അപ്പോൾ മാഹിൻ ഇട്ട സ്റ്റോറി എന്ന് പറയുന്നത് ടുഡേ ഈസ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഫെയിലിയർ, മൈ വൺ ഓഫ് ദ ബിഗസ്റ്റ് ലൈഫ് ഫെയിലിയർ ഈസ് ദാറ്റ് ഐ ബോൺ വിത്ത് ദിസ് പാസ്പോർട്ട്. എന്നിട്ട് ബ്രാക്കറ്റിൽ വിത്ത് ഡ്യൂ റെസ്പെക്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യൻ പാസ്പോർട്ടായിട്ട് ജനിച്ചതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഫെയിലിയർ എന്നാണ് 90-ലധികം രാജ്യങ്ങളിൽ ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് സന്ദർശിച്ച മാഹിൻ പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യം ഞാൻ വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. മാഹിൻ അങ്ങനെ പറഞ്ഞത് മോശമായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം മാഹിൻ ഒരു റീൽ ഇട്ടു. ആ റീൽ മാഹിൻ പറയുന്ന കാര്യം ശരിയാണ്, സത്യം പറഞ്ഞാൽ ശരിയാണ്. ഈ പറഞ്ഞ ഇന്ത്യൻ പാസ്പോർട്ടിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്, നമുക്ക് ധാരാളം നാണക്കേടുകൾ ഉണ്ടാവാറുണ്ട്, മാനക്കേടുകൾ ഉണ്ടാവാറുണ്ട്, ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സത്യം മാത്രമാണ് മാഹിൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മാഹിന്റെ ആ ഒരു സ്റ്റോറി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത്രേ ഉള്ളൂ, കാരണമില്ല. കാരണം ഞാൻ ജനിച്ച ഇന്ത്യൻ പാസ്പോർട്ട് കൊണ്ടാണെന്നൊക്കെ പറയുന്നതിലേക്ക് അത് ഭയങ്കര മോശമായി. മാഹിനെ പോലെ ഇത്ര അഡ്വഞ്ചറസ് ആൾ, യൂട്യൂബിലും ടിവിയിലും ഒക്കെ ട്രാവൽ വീഡിയോസ് ചെയ്യുന്ന പലരും പോകാത്ത പല സ്ഥലങ്ങളിലും എഫേർട്ട് ഇട്ട് യാത്ര ചെയ്ത ഒരാളാണ് മാഹിൻ. സോ അങ്ങനെയുള്ള മാഹിൻ അത് പറയുന്നത് വളരെ മോശമായി. അതോടെ മാറിക്കട്ടെ. മാഹിൻ മാത്രമല്ല, ധാരാളം നോർത്ത് ഇന്ത്യൻ ഇൻഫ്ലുവൻസേഴ്സ് ഈ ഒരു കാര്യത്തെ പറ്റി വീഡിയോ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഇൻഫ്ലുവൻസറിന്റെ വീഡിയോ കണ്ടു. പുള്ളി ലാവോസിൽ പോയ സമയത്ത് പുള്ളിനെ കയറ്റിയില്ല, പുള്ളിനെ ഡിപ്പോർട്ട് ചെയ്തതിന്റെ കാരണം പുള്ളി പറയുന്നത് പുള്ളിയുടെ എത്രയും പൈസ ഉണ്ടായിട്ടും അവരൊന്നും കേട്ടില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, സന്തോഷ് ജോർജ് കുളങ്ങര സാർ ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അദ്ദേഹത്തിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, അദ്ദേഹം എന്താ യാത്ര ചെയ്യുന്ന ആളല്ലേ എന്ന് പലരും പറഞ്ഞേക്കാം.
അദ്ദേഹത്തിന് അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കാം, നമുക്കറിയാത്ത കാര്യമാണ്. അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹത്തിന് അറിയുള്ളൂ. ഇനി വേറൊരു കാര്യം, അദ്ദേഹം അത്യാവശ്യം ലുക്ക് വൈസ് ആണെങ്കിൽ പോലും പ്രായമായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ പ്രായം വെച്ചിട്ട് ഒരിക്കലും ഒരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അനധികൃതമായിട്ട് ചാടാനോ ഒന്നും അദ്ദേഹത്തിന്റെ ലുക്ക് വൈസ് തോന്നാൻ സാധ്യതയില്ല ഒരിക്കലും ഒരു ഇമിഗ്രേഷൻ ഓഫീസർക്ക്. നേരെ മറിച്ച് ഞാനാണെങ്കിലോ അല്ലെങ്കിൽ മാഹിനാണെങ്കിലോ, മാഹിനൊക്കെ വളരെ ചെറുപ്പമാണ്, എന്നെ കണ്ട പിന്നെ പ്രായം തോന്നി. മാഹിനൊക്കെ വളരെ ചെറുപ്പമാണ്. മാഹിനൊക്കെ ഒരു രാജ്യത്ത് പോയി കഴിയുമ്പോഴത്തേക്കും അവർക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവാം, ഈ പറഞ്ഞ പോലെ ഇവൻ എന്തിനാണ് ഇവിടെ വന്നത്, അനധികൃതമായിട്ട് ജോലിക്ക് വന്നതാണോ അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ബാധ്യതയാവാമെന്നാണെന്നൊക്കെയുള്ള ഡൗട്ടൊക്കെ ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കും നമ്മളെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നത്. കാരണം ഒരു രാജ്യത്തേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ആ വ്യക്തിയെ ചോദ്യം ചെയ്ത് ആ വ്യക്തി എന്ത് ഉദ്ദേശത്തിനാണ് അവിടെ വന്നത്, ആ വ്യക്തി തിരിച്ചു പോകുമോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും, ആ വ്യക്തി നമ്മുടെ രാജ്യത്തിന് ത്രെട്ടാകുമോ എന്നൊക്കെയുള്ള പല കാര്യങ്ങളും ചെയ്യേണ്ടത് അവിടെ ഇരിക്കുന്ന ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരാണ്. നേരായ മാർഗ്ഗത്തിൽ വരുന്നത്, തെറ്റായ മാർഗ്ഗത്തിൽ വരുന്നവരല്ല, നേരായ മാർഗ്ഗത്തിൽ വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ആൾക്കാരെ ചോദ്യം ചെയ്തില്ലെങ്കിൽ നാളെ ആ വന്ന ആള് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ത്രെട്ടായി മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? മഹീം പറഞ്ഞത് മോശമായി എന്നാണ് സുജിത്ത് പറയുന്നത്. അതുപോലെ തന്നെ സുജിത്ത് വേറെ കാര്യം പറയുന്നത്, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് സത്യം തന്നെയാണ്. അതിന്റെ കാരണം നമ്മുടെ ഡിപ്ലോമസി എന്നല്ല, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, ഈ രാജ്യത്ത് നിന്ന് മുമ്പ് അവിടെ പോയിട്ടുള്ള ആളുകൾ ചെയ്തു കൂട്ടിയ പല കൊള്ളരുതായ്മ കൊണ്ടൊക്കെ തന്നെയാണ്. അല്ലെ, ഇന്ത്യ ആൾക്കാരുടെ ഒരു കൾച്ചർ, ഒരു സിവിക് സെൻസ് ഉണ്ട്. ആ സിവിക് സെൻസ് നല്ലതല്ലാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ പല രാജ്യങ്ങളും ഇങ്ങോട്ട് കൊടുക്കാത്തത്. അല്ല, ഡിപ്ലോമസിനെ കുറ്റം പറയേണ്ട കാര്യമില്ല, അതല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിനെ, നമ്മുടെ പ്രധാനമന്ത്രിയൊന്നും പറയേണ്ട എന്നുള്ള രീതിയിലാണ് സുജിത് ഭക്തൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഈ രണ്ട് പോർഷൻ കേട്ടല്ലോ. അപ്പൊ ഈ രണ്ട് പോർഷന്റെ താഴത്ത് ഞാൻ വീഡിയോസിന്റെ താഴത്തെ കമന്റുകൾ വായിച്ച് നമ്മളെ കണ്ണ് തള്ളിപ്പോകും. മഹീൻ ഒരു പാകിസ്ഥാനിൽ പോയി ജനിക്കട്ടെ, മഹീൻ ഒരു മുസ്ലിം തീവ്രവാദിയാണ്, മഹീൻ അതാണ്, മഹീൻ ഇങ്ങനെ നടക്കുന്നവനാണ്, അവൻ പച്ചകൾക്ക് ഉണ്ടാവേണ്ടതാണ്, എന്തൊക്കെ അവനെ പറ്റി പറയാൻ പറ്റുമോ? അതായത് ആ വീഡിയോന്റെ താഴത്ത് കണ്ടു കഴിഞ്ഞാൽ കുറെ സംഖ്യകൾ വന്നിട്ടാണ് ഇവിടുത്തെ വീഡിയോയുടെ താഴത്ത് മഹീന്റെ വീഡിയോന്റെ താഴത്ത് വന്നിട്ട് തെറി വിളിക്കുന്നതും, അല്ലെങ്കിൽ സുജിത് ഭക്തന്റെ ഈ വീഡിയോന്റെ താഴത്ത് വന്ന് മഹീനെ തെറി വിളിക്കുന്നത് നമ്മുടെ നാട്ടിലെ സംഖ്യകളാണ്. കാരണം ഡിപ്ലോമസി, രാജ്യത്തിന്റെ ഡിപ്ലോമസി എന്താണ്, നമ്മുടെ എന്താ പറയാ പാസ്പോർട്ട് ഇൻഡെക്സ്, നമ്മുടെ പാസ്പോർട്ടിന്റെ വാല്യൂ എന്താണ് ഒന്നും അറിയാതെ, അതായത് പുറം രാജ്യങ്ങളും സഞ്ചരിക്കാണ്ട് ഇപ്പോഴും ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ ഒരു ബിരിയാണി കഴിക്കണമെങ്കിൽ 10 വട്ടം ചിന്തിക്കണം, ആ രീതിയിൽ പൈസ ചെലവാക്കുന്നവന്മാരാണ് ഇപ്പോൾ വന്നിട്ട് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. സുജിത് ഭക്തനെ സപ്പോർട്ട് ചെയ്തിടുന്ന ആൾക്കാരും ഈ പറഞ്ഞ ഒരു രാജ്യം കാണാത്ത ആൾക്കാരാണ്. വെറുതെ വന്നിട്ട് ഇവിടെ മഹീൻ എന്നുള്ള ആൾക്കുള്ള മതം ഉള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം, അല്ലെങ്കിൽ മഹീൻ ഇസ്രായേലിൽ പോയിട്ട് പലസ്തീനെ സപ്പോർട്ട് ചെയ്ത ഒരു വലിയ പ്രശ്നമാണ്. അതുപോലെ മഹീൻ മറ്റ് എന്താ പറയുക, അഫ്ഗാനിസ്ഥാനിൽ യാത്ര ചെയ്തിട്ടുണ്ട്, ഇറാനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്ത് അവിടുത്തെ ആൾക്കാരുടെ നല്ല വശങ്ങളും കൂടെ, ചീത്ത പറയുന്നതിന്റെ കൂടെ നല്ലതും കൂടെ പറഞ്ഞതുകൊണ്ട് മഹീനെ നമ്മുടെ നാട്ടിലെ സംഖ്യകൾക്ക് കണ്ടുകൂടാ. അത്തരത്തിലുള്ള ഒരാൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ താഴത്ത് വന്ന് കമന്റ് ഇടുന്ന സംഖ്യകളിൽ നമ്മൾ കണ്ട്. ഇനി ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം, മഹീന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മഹീന് 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, മഹീൻ ഇന്ത്യൻ പാസ്പോർട്ട് ആയത് തന്നെയാണ്. രണ്ടാമത്, മഹീന്റെ മതം ഒരു മുസ്ലിം, അതായത് ഇസ്ലാമിക് മതമായതുകൊണ്ടാണ്. നമ്മുടെ ലോകത്ത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മുസ്ലിം തീവ്രവാദം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഇസ്ലാമിക് തീവ്രവാദം എന്ന് പറഞ്ഞ കാര്യമുണ്ട്. ഇസ്ലാമിക് ഡീപ് സ്റ്റേറ്റ് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഇസ്ലാം ഡീപ് സ്റ്റേറ്റ് നമ്മളൊക്കെ പറഞ്ഞ് ഭയങ്കരമാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിനോടൊക്കെ തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതും. ഈ പറഞ്ഞ, നീ ഏത് യൂറോപ്യൻ കൺട്രിയിൽ പോയാലും, നീ ഏത് ഇങ്ങനത്തെ കൺട്രീസിൽ പോയി കഴിഞ്ഞാലും ഒരു മുസ്ലിം പേര് കണ്ടു കഴിഞ്ഞാൽ അവർ ചില രാജ്യങ്ങൾ മാറ്റി നിർത്തിക്കോളൂ. അവർ നോക്കുന്നത് നീ ഒരു മുസ്ലിം ആയതുകൊണ്ടാണ്, നീ വല്ല തീവ്രവാദിയാണോ എന്നുള്ള ചിന്ത ഉണ്ട്. കാരണം ഇസ്ലാമിക് ഡീപ് സ്റ്റേറ്റ് ചിന്തകൾ ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ രാജ്യങ്ങളുടെ എന്താ പറയുക ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിലൊക്കെ അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് പ്രശ്നം. അതേ സ്ഥാനത്ത് നമ്മളങ്ങ് പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് നമ്മുടെ രാജ്യം എന്താ പറയുക ഡിപ്ലോമസി വളരെ പൂവറാണ്. അത് സുജിത് ഭക്തൻ അറിഞ്ഞുകൊണ്ട് മറച്ചു വെച്ചതാണ്, വേറെ ഒന്നുമില്ല. നമ്മുടെ രാജ്യത്തിന്റെ ഡിപ്ലോമസി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ കിട്ടുന്ന, അത് US സൈഡിൽ നിന്നാണെങ്കിലും മറ്റു യൂറോപ്യൻ സൈഡിൽ നിന്നാണെങ്കിലും നമുക്കിപ്പോൾ കിട്ടുന്ന പ്രഹരങ്ങൾ ഒന്ന് എടുത്തു നോക്കിയാൽ മതി. ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞാൽ, ഒരു പെഹൽഗാം അറ്റാക്ക്, ഒരു പാകിസ്ഥാനെ പോലത്തെ ഒരു തീവ്രവാദ രാജ്യം നമുക്കിട്ട് ഒരു അറ്റാക്ക് ചെയ്ത സമയത്ത് പോലും, നമ്മൾ സിന്ദൂർ തിരിച്ചടിച്ച സമയത്ത് പോലും നമ്മളെ സപ്പോർട്ട് ചെയ്തത് ഒന്ന് ഇസ്രായേലിന്റെ കോള് വന്നു എന്ന് പറയുന്നുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി. കൂട്ടത്തിൽ മറ്റ് ഇസ്ലാമിക് കൺട്രീസിനെ സപ്പോർട്ടാണ് നമുക്ക് വന്നത്, ഖത്തറിന്റെ സപ്പോർട്ട് നമുക്ക് വന്നു, അതുപോലെ മറ്റു രാജ്യങ്ങളുടെ സപ്പോർട്ടാണ് അന്ന് നമുക്ക് വന്നത്. എന്നിട്ടും സപ്പോർട്ട് കിട്ടുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഇപ്പം കാല് പിടിക്കാൻ പോയ ചൈന വരെ അന്ന് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തു. നമ്മൾ ഇപ്പം കൂടെ കൂട്ടി നടക്കുന്ന പല രാജ്യങ്ങളും അന്ന് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തത് കണ്ടതിന്റെ പേരിലാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇവിടുന്ന് ഒരു 19 MP-മാരെ നമ്മൾ ചെയ്തതേ ന്യായീകരിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ പല രാജ്യങ്ങളിലോട്ടും വിട്ടു. അവിടേക്ക് വിട്ട നമുക്ക് എത്രത്തോളം സ്വീകരണം അവിടെ കിട്ടിയെന്നുള്ളത് നമുക്കറിയാം. നമുക്കൊരു പുല്ല് വലിയ നമ്മുടെ MP-മാർക്ക് അവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളതും നമ്മൾ ഇന്റർനാഷണൽ മാധ്യമങ്ങളുടെ മീഡിയയിൽ നമ്മൾ കണ്ടു. ഗോദി മീഡിയ നിങ്ങൾക്ക് മാറ്റിവെച്ചു. ഇതാണ് നമ്മുടെ ഡിപ്ലോമസി. ഇനി ഡിപ്ലോമസി മാത്രമല്ല, ഈ ഡിപ്ലോമസിയുടെ കൂടെ നമ്മുടെ പാസ്പോർട്ട് ഇൻഡെക്സ് എടുക്കുക. നമ്മുടെ ഒരു ഹെൻലി സർവേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഹെൻലിന്റെ പാസ്പോർട്ട് ഇൻഡെക്സ് ആണ് വേൾഡിൽ ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. ഈ ഇൻഡെക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടിന്റെ ഏറ്റവും ബെസ്റ്റ് ടൈമായിട്ട് നമ്മൾ കാണുന്നത് 2006 സമയങ്ങളിലാണ്. അതായത് അതിന്റെ മുമ്പോട്ടൊന്നും ഈ പാസ്പോർട്ട് ഇൻഡെക്സ് ഒന്നും അത്ര ഒരു എന്താ പറയുക ആളുകൾ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളോ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. 2000 ഇങ്ങോട്ടാണ് ഈ ഇൻഡെക്സുകളൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വന്നതും. 2006 നമ്മളെ പൊസിഷൻ 71 ആയിരുന്നു. ഇപ്പം നമ്മൾ നിൽക്കുന്നത് 85th ആണ്. കഴിഞ്ഞ മാസം വരെ അത് 79 വന്നിരുന്നു, പിന്നെ 77 വന്നിരുന്നു. ഇപ്പം നമ്മൾ 85ാമത്തെ സ്ഥാനത്താണ്. നമ്മുടെ രാജ്യം ഒരു 19 രാജ്യങ്ങളോട്ട് നമുക്ക് പോവാം, ഫ്രീ എൻട്രി എന്നൊക്കെ പറഞ്ഞതൊക്കെ വീണ്ടും വെട്ടിച്ചുരുക്കി താഴോട്ടൊരു 3-4 രാജ്യങ്ങൾ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. ഇനി 57 രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട
ലോകത്തിലെ എല്ലാ വികസിത രാജ്യങ്ങളാണ്, അല്ല വികസ്വര രാജ്യങ്ങളിലോട്ടാണ്, പല ചെറിയ 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 ദ്വീപുകളിലോട്ടാണ് നമുക്ക് ഈ പറഞ്ഞ പൊസിഷനിൽ ഇപ്പോൾ നമ്മളിങ്ങനെ ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പാസ്പോർട്ട് ഇൻഡസ് വളരെ പൂറാണ്. ഇത് ഇൻഡസ് പൂറാനുള്ള മെയിൻ കാരണം നമ്മുടെ നാട്ടിലെ ആൾക്കാർ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഇല്ലീഗൽ മൈഗ്രൻ്റ് ആയിട്ട് പോകും, അല്ലെങ്കിൽ തിരിച്ചു വരില്ല എന്നുള്ളൊരു പേടി. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര പൈസ സ്പെൻഡ് ചെയ്യും? ഒരു US-കാരൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ ആൾ വന്നു കഴിഞ്ഞാൽ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ 10-1 പോലും നമ്മൾ സ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ദരിദ്രരായിട്ട് അവിടെ പോയിരിക്കും. പിന്നെ നമ്മുടെ ആവശ്യമില്ലാത്ത പല കൾച്ചറുകൾ അവിടെ കാണിക്കും. ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ പാസ്പോർട്ടിന്റെ പൊസിഷൻ 85th വന്നത്. 2001 നമ്മൾ 90 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ സിവിക് സെൻസ്, നമ്മുടെ ആൾക്കാർ ഈ സമൂഹത്തിനോട് കാണിക്കുന്ന സെൻസ് എത്രത്തോളം ഉണ്ട് നിങ്ങൾ ആലോചിക്കണം. തുപ്പുന്നതും തൂറുന്നതും മൂത്രമൊഴിക്കുന്നതും ഒക്കെ അതിൻ്റെ ഭാഗം തന്നെ. അത് നമ്മൾ വളരെ പൂറാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ഡിപ്ലോമസി വളരെ പൂറാണ്. നമ്മുടെ മോദിജി ഈ പറഞ്ഞ രാജ്യങ്ങളിൽ പോയിട്ട് ഫോട്ടോഷൂട്ട് എടുക്കുന്നതല്ല ഡിപ്ലോമസി. ആ ഡിപ്ലോമസി എത്രത്തോളം ഉണ്ടെന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് താരിഫായിട്ടും മറ്റ് പല പണി 8ന്റെ പണികളായിട്ടും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് സുജിത് ഭക്തൻ മറന്നുപോയിട്ടുണ്ട് പല വീഡിയോയുടെ ഭാഗങ്ങളിലും. ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് കൂട്ടത്തിൽ നീ ഒരു ഇസ്ലാം ആയതുകൊണ്ടും ഇസ്ലാമിനെ നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ലോകത്തെ തീവ്ര വലതുപക്ഷം, നമ്മുടെ നാട്ടിലെ സംഘികൾ എന്ന് പറഞ്ഞ പോലെ തീവ്ര വലതുപക്ഷം എത്രത്തോളം എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നിനക്ക് ഈ അവസ്ഥ വന്നത് മാഹീന്. അതല്ലാണ്ട് വേറെ ഒന്നുമല്ല. അതിലൊരു മാറ്റം ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊരു കാര്യം എടുത്ത് നോക്കണം. മാഹീൻ ഒരു പ്രാവശ്യമല്ല, മാഹീൻ ഇതിനു മുമ്പ് പലവട്ടം പച്ചക്ക് ഇത് പറഞ്ഞിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ പോയപ്പം ഇന്ത്യക്ക് കിട്ടിയ അവസ്ഥകൾ പച്ചക്ക് പറഞ്ഞിട്ടുണ്ട്. അത് ഇഷ്ടപ്പെടാത്ത ഏറ്റവും കൂടുതൽ ആളുകൾ സംഘികളുമായിരുന്നു. അത് നമ്മൾ പലവട്ടം പല പ്രാവശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതാണ് മാഹീൻ്റെ പ്രശ്നം. ഇനി സുജിത്തിൻ്റെ പ്രശ്നം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ, സുജിത് ഭക്തൻ ഇന്നലെ ഇതിന് ഒരു മറുപടി കൊടുത്തത് ഈ ഒരു അവസ്ഥയിലായിരുന്നു. അതിൻ്റെ കുറച്ച് പോർഷൻസ് 2-3 പോർഷൻസ് പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് വെക്കുന്നത്. കണ്ടു നോക്ക്. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പ്രധാന കാരണം ഒരിക്കലും നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ പാസ്പോർട്ട് റാങ്കിങ് എന്ന് പറയുന്നത് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിനെയും അതേപോലെ തന്നെ വേറെ പല കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ പാസ്പോർട്ട് റാങ്കിങ് വളരെയധികം മെച്ചപ്പെടുന്നുണ്ട്. ഇന്ത്യൻ പാസ്പോർട്ട് ആയിട്ട് ഒരു 4 വർഷം അല്ലെ 5 വർഷം മുമ്പ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് പോലെ അല്ല ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ വളരെയധികം റെസ്പെക്ട് പല സ്ഥലങ്ങളിലും കിട്ടാറുണ്ട്. അതേസമയം മോശം അനുഭവം ഉണ്ടാവാറുണ്ട്. പല സ്ഥലങ്ങളിലും വളരെയധികം റെസ്പെക്ട് കിട്ടാറുണ്ട്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആദ്യത്തെ തവണ ഞാൻ റഷ്യ പോയ സമയത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. റഷ്യ പോയ സമയത്ത് ഫസ്റ്റ് ഞാൻ പോകുമ്പോഴത്തേക്കും മൈ ഗോഡ് എന്നെ അവിടെ പിടിച്ച് മാറ്റി നിർത്തി കുറഞ്ഞു ഓൾമോസ്റ്റ് എന്നെ ഡീപ്പോർട്ട് ചെയ്തു ഞാൻ വിചാരിച്ചാണ്. കൊട്ടഞ്ഞ് പറഞ്ഞിട്ടാണ്. അത്രയും ട്രാവൽ സ്റ്റേ ഉണ്ടായിട്ട് ആ സമയത്ത് എന്റെ പാസ്പോർട്ടിൽ UK വിസ ഉണ്ട്, ഷെങ്കൻ വിസ ഉണ്ട്, ഒക്കെ ഉണ്ട്. എന്നിട്ടും എന്നെ അവിടെ പിടിച്ച് മാറ്റി നിർത്തി ഒരു 1 മണിക്കൂറോളം ചോദ്യം ചെയ്തതിന് ശേഷമാണ് എന്നെ പുറത്തേക്ക് വിട്ടത്. രണ്ടാമത്തെ തവണ ഞാൻ പോയപ്പോഴും സിമിലർ അനുഭവമായിരുന്നു ഉണ്ടായത്. പക്ഷേ മൂന്നാമത്തെ തവണ ഞാൻ പോയപ്പോഴത്തേക്കും ഇന്ത്യ റഷ്യ തമ്മിൽ പണ്ട് പോലെ നല്ല റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും മൂന്നാമത്തെ തവണ ഞാൻ പോയ സമയത്ത് യു ഫ്രം ഇന്ത്യ, ഓക്കെ യു ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ എന്നെ സ്വാഗതം ചെയ്തത്. സോ അങ്ങനെ ഒരു അനുഭവം തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതേസമയം ഈ ഇന്ത്യ റഷ്യ തമ്മിൽ ഭയങ്കര ബായ് ബന്ധം നിലനിൽക്കെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻസിനെ ഡീപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് റഷ്യ. അതിന്റെ മെയിൻ റീസൺ യൂറോപ്പിലേക്കും മറ്റും അനധികൃതമായിട്ട് കുടിയേറി പാർക്കുന്നതിന് വേണ്ടിയായിട്ട് ഇന്ത്യക്കാർ ധാരാളമായിട്ട് റഷ്യയിലേക്ക് പോവുകയും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. സുജിത് ഭക്തൻ ആദ്യം മഹീനെ കുറ്റം പറഞ്ഞു, മോശമാണ് രാജ്യത്തിനെ പറ്റി ഇങ്ങനെ പറയുന്നത്. മഹി രാജ്യത്തിനെ പറ്റിയല്ല, രാജ്യത്തിന്റെ പാസ്പോർട്ടിന്റെ അവസ്ഥയെ പറ്റിയാണ് പറഞ്ഞത്. അതിന്റെ അവസ്ഥയുടെ കാരണങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി സുജിത്ത് അത് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ രാജ്യത്തിനെ ഇങ്ങനെ പുകഴ്ത്തി രാജ്യത്തിന് നമ്മൾ നമ്മുടെ സ്വന്തം രാജ്യം മാതൃരാജ്യം ഏതാണെങ്കിലും പുകഴ്ത്തി പറയണം. പക്ഷേ നമ്മുടെ രാജ്യത്തെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ പാസ്പോർട്ടിന്റെ അവസ്ഥ, ഇതുപോലെ നമ്മുടെ പല ഇൻഡസ്ട്രികൾ നമ്മൾ കൂപ്പുകുത്തി താഴോട്ടാണ് പോകുന്നത് എന്നുള്ളത് മറച്ചു വെച്ചിട്ട് നമ്മൾ പ്രൈസ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ അന്ധഭക്തരാവരുത് അല്ലേ. നമ്മളെ സംഘികളുടെ പ്രശ്നം എന്താണ്? അവർ അന്ധഭക്തരാണ്, അവർ നാഷണലിസ്റ്റ് ആണ്, അവരൊരിക്കലും പാട്രിയോട്ടിസ്റ്റ് അല്ല. രാജ്യസ്നേഹമുണ്ട്. അത് രാജ്യത്ത് എന്ത് നടന്നു കഴിഞ്ഞാലും രാജ്യം കൂപ്പ് കുത്തി കഴിഞ്ഞാൽ രാജ്യസ്നേഹം അവർ വിടാതെ പിടിച്ചു നിൽക്കും. രാജ്യത്തിൻ്റെ അവസ്ഥയെ പറ്റി തുറന്നു പറയില്ല. പക്ഷേ ഒരു പാട്രിയോട്ട് അങ്ങനെയല്ല. രാജ്യത്തിൻ്റെ അവസ്ഥകളെ പറ്റി അവിടുത്തെ ഭരണാധികാരികൾ സംസാരിച്ചിട്ട് അത് നന്നാക്കാൻ നോക്കും. അതാണ് ഇവിടുത്തെ വ്യത്യാസം. അപ്പം നമ്മൾ പാട്രിയോട്ട് ആയിക്കോ, നാഷണലിസ്റ്റ് ആവാതെ, തീവ്ര നാഷണലിസ്റ്റ് ആവാണ്ടിരിക്കണം നമ്മുടെ ലൈഫിൽ അറ്റ്ലീസ്റ്റ്. അപ്പം സുജിത് ഭക്തൻ ഇതൊക്കെ പറയുന്ന സമയത്ത് തന്നെ പുള്ളി പലതും സമ്മതിക്കുന്നുണ്ട്. ശരിയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും നമ്മൾ കുറ്റം പറയരുത്. അല്ല, പറയേണ്ടത് പറയണം. അങ്ങനെയെങ്കിലും 4 അധികാരികളെ കണ്ണ് തുറക്കുകയാണെങ്കിൽ തുറക്കട്ടെ. ഡിപ്ലോമസി നന്നാക്കാൻ പറ്റുകയാണെങ്കിൽ നന്നാക്കട്ടെ. ഇത് കണ്ടിട്ടെങ്കിലും ഈ രാജ്യത്തോട്ട് പോകുന്ന ഇന്ത്യക്കാർ അവിടെ പോയിട്ട് അലമ്പ് കാണിക്കാണ്ടിരിക്കട്ടെ. അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. നമ്മൾ മിണ്ടാണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അത്രേ ഉള്ളൂ. അല്ലാണ്ട് പുള്ളി പറഞ്ഞതുകൊണ്ട് തെറ്റാണെന്നൊന്നല്ല പറയുന്നത്. പുള്ളി പറഞ്ഞതൊക്കെ കറക്റ്റ് തന്നെയാണ്. പക്ഷേ പുള്ളി അതിൽ വേറെ ചില കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. നമ്മുടെ ഡിപ്ലോമസി, ഞാൻ പറഞ്ഞു ഡിപ്ലോമസിയുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ രാജ്യത്തിൻ്റെ ഡിപ്ലോമസി എത്രത്തോളം വേഴ്സ് ആയിക്കൊണ്ടാണ് പോകുന്നത് നമുക്ക് മനസ്സിലായി. നമ്മുടെ പാസ്പോർട്ടിന് ഒരു വാല്യൂ ഉണ്ട്. നമ്മൾ ലോക രാജ്യങ്ങൾ 190 രാജ്യങ്ങളുണ്ട്. അവിടെ നമ്മൾ 85ാമത്തെ പൊസിഷനിലാണ് ഉള്ളത്. കഴിഞ്ഞ 10 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് അത് 90 വരെയൊക്കെ പോയിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് നമുക്ക് അതിനേക്കാൾ നല്ല പൊസിഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ പോയിട്ട് പൈസ ചിലവാക്കുന്നത് ഒരു വലിയ ട്രാവലറിന്, ഇപ്പോൾ സുജിത് ഭക്തനെ പോലത്തെ കാശുള്ള ട്രാവലറിന് പൈസ ചിലവാക്കാൻ പറ്റുന്നതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ എവിടെയും പോകാൻ പറ്റും. സ്റ്റാർട്ടിങ്ങിൽ പുള്ളി നല്ല രീതിയിൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞതല്ല, പുള്ളി തന്നെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു 1-2 ക്ലിപ്പായിട്ട് കാണിക്കുന്നില്ല, ഞാൻ 1-2 ചെറിയ കാര്യങ്ങൾ കാണിച്ചില്ല. പുള്ളി കഴിഞ്ഞ ഒരു 9 മാസം മുമ്പ് ഇട്ടത് കേട്ടോ. അതായത് ഞാൻ കാരണം ബോർഡറിൽ ആളുകൾ കുടുങ്ങി. മൈ ഇന്ത്യൻ പാസ്പോർട്ട് ഹാസ് ക്രിയേറ്റഡ് എ ബിഗ് ട്രാഫിക് ബ്ലോക്ക്. ഇതിനെന്ത് നമ്മൾ പറയണം? സുജിത് ഭക്തൻ്റെ പോസ്റ്റാണ്. അതായത് പുള്ളി തന്നെ ഇന്ത്യൻ പാസ്പോർട്ട്, എൻ്റെ ഇന്ത്യൻ പാസ്പോർട്ട് ആയതുകൊണ്ടാണ് എനിക്കൊരു ബിഗ് ട്രാഫിക് ബ്ലോക്ക് അവിടെ ഉണ്ടാക്കേണ്ടത്. ആ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പുള്ളി ഇങ്ങനെ തുറന്ന് പറയുന്നുണ്ട്. പുള്ളി ഇന്ത്യൻ ആയതുകൊണ്ട് പുള്ളിയെ വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോയി 1/2-3 മണിക്കൂർ അവിടുന്ന് പുള്ളിയുടെ ഫിംഗർ പ്രിന്റ് തപ്പലും ടച്ച് ചെയ്യലും കാര്യങ്ങൾ. അത് ഇന്ത്യൻ പാസ്പോർട്ട് ആയതുകൊണ്ടാണ്. പുള്ളി പോയ ആ ബസ്സിൽ ചെറിയ വാനിൽ പുള്ളി പോകുന്ന സമയത്ത് ആരും ഇന്ത്യക്കാരുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ടാണ് പ്രശ്നം എന്ന് പുള്ളി ഇങ്ങനെ പറഞ്ഞതാണ്. മഹീനും അത് വീഡിയോയിൽ
അങ്ങനെ വന്ന് പറഞ്ഞു പുള്ളി അത് വിത്ത് റൈറ്റിംഗിൽ തന്നെ പുള്ളി പറഞ്ഞത് ഇന്ത്യൻ പാസ്പോർട്ടിന്റെ പ്രശ്നം. പിന്നെ പുള്ളിയുടെ വേറെ 1-2 വീഡിയോസ് ഉണ്ട്. അതായത് അമേരിക്കയിൽ ഞങ്ങൾ മലേഷ്യൻ വിസ തന്നില്ല, അവസാനം സംഭവിച്ചാൽ മലേഷ്യൻ വിസ പുള്ളിക്ക് ഡയറക്റ്റ് കിട്ടിയില്ല, ഓൺ അറൈവൽ വിസ പുള്ളിക്ക് കിട്ടുന്നില്ല. അതിന് ചില വേറെ ചെറു മാനദണ്ഡങ്ങളുണ്ട്. ഇതേ സ്ഥാനത്ത് നമ്മൾ ഹൈ എൻഡ് ഈ പറഞ്ഞ രാജ്യങ്ങളിലാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, നമുക്ക് ഡയറക്റ്റ് കയറി ചെല്ലാം. അപ്പം ഇത് പുള്ളി പിന്നെ അമേരിക്കയിലെ എയർപോർട്ടിൽ എനിക്ക് സംഭവിച്ചത്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പം അവർക്ക് എഫക്റ്റ് വന്നിട്ടുണ്ട്, പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. വന്നിട്ടത് ആ പച്ചക്ക് പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ ഇവിടെ മഹീൻ പറയുമ്പോൾ അതിനെ ഈ ന്യായീകരിക്കാൻ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. പുള്ളി പറഞ്ഞത് അല്ലെങ്കിൽ പുള്ളി പറഞ്ഞ ആ വീഡിയോ എടുത്തിട്ട് ഞാൻ പറയാണ് ഇന്ത്യൻ പാസ്പോർട്ട്, എൻ്റെ ഇന്ത്യൻ പാസ്പോർട്ട് ഇത്രയും പ്രശ്നമാണ്, എന്തിനാണ് നിങ്ങൾ ഇന്ത്യക്കാരെ കുറ്റം പറയുന്നത്? അല്ലെങ്കിൽ രാജ്യത്തിന് നിങ്ങൾ എന്ത് പറയണം അല്ലേ? അതിന് അവസാനം മഹീൻ വേറൊരു കാര്യം ഇതിൻ്റെ ഇടയിൽ മഹീൻ വന്ന് വേറെ കാര്യം പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബാക്കി രാജ്യങ്ങളൊക്കെ മാറ്റി വേറെ ചില കൺട്രീസിലാണ് നിങ്ങളുടെ പാസ്പോർട്ട് എങ്കിൽ, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ വിസ നിങ്ങളുടെ ഇതിൽ അടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരുന്നു എന്നുള്ളൊരു പോർഷൻ അവിടെ വെക്കുന്നുണ്ട്. ഒന്ന് കണ്ടു നോക്കേ. ഞാൻ ബംഗ്ലാദേശും പാകിസ്ഥാനും അല്ലെങ്കിൽ ശ്രീലങ്കയും ചൈനയായിട്ട് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനൊക്കെ ആയിട്ടല്ല കമ്പയർ ചെയ്യുന്നത്. ലോകത്ത് 195 രാജ്യങ്ങൾ ഉണ്ടെന്ന് ഓർക്കണം. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ വില വളരെ ദയനീയമാണ്. ഇത് നിങ്ങൾ കണ്ടില്ലേ? മഹീം പറയുന്നത് നമ്മളെക്കാൾ ഡിപ്ലോമസി ഭയങ്കര മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ഥിരത ഇല്ലാത്ത രാജ്യങ്ങളുടെ പേരാ പറഞ്ഞത്. അവിടുത്തെ എല്ലാം കമ്പയർ ചെയ്യുന്നത്. പുള്ളി കമ്പയർ ചെയ്യുന്നത് അതിനേക്കാൾ നമ്മൾ ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയാണ് അല്ലേ. എങ്കിലും നമ്മുടെ നാട്ടിലെ 80% ആൾക്കാർ അല്ലെങ്കിൽ 50% ആൾക്കാരും ആഴ്ചയിൽ ഒരു ബിരിയാണി കഴിക്കണമെങ്കിൽ ഒന്ന് ചിന്തിക്കും. പക്ഷേ നമ്മുടെ നാട്ടിലെ 2% ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ GDP 4ാം സ്ഥാനത്തേക്ക് നമ്മുടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എത്തുമ്പോൾ നമ്മുടെ GDPയുടെ ഒരു 60% പോകുന്നത് നമ്മുടെ രാജ്യത്തെ 2% ആൾക്കാർ, അംബാനി, അദാനി, അങ്ങനത്തെ ആൾക്കാർ അല്ലേ. ഈ ആൾക്കാർക്ക് ഒരു 1000 കോടിയുടെ കല്യാണം കഴിക്കണമെങ്കിൽ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മളെ ഡിപ്ലോമസി എന്നും പറഞ്ഞ് നമ്മൾ കുത്തിക്കാട്ടുന്നതും നമ്മുടെ സമ്പദ് വ്യവസ്ഥ മേലായി നമ്മൾ പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ, നമ്മുടെ പാസ്പോർട്ടിൻ്റെ അവസ്ഥ, നമ്മുടെ മറ്റ് പല ഇൻഡസ്ട്രികൾ നമ്മൾ താഴോട്ടാണ് പോകുന്നത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മളെക്കാൾ മോശമായിട്ടുള്ള രാജ്യങ്ങളുടെ പേര് പറഞ്ഞിട്ട് അതല്ലാത്ത രാജ്യങ്ങളുടെ വിസ അല്ലെങ്കിൽ പാസ്പോർട്ടാണ് എൻ്റെ കയ്യിലെങ്കിൽ നന്നായിരുന്നു എന്ന്. അപ്പോൾ ഇതിന് കൗണ്ടറായിട്ട് നമ്മുടെ സുജിത് പത്തൻ അവസാനം ഒരു വേർഡ് ഇടുന്നുണ്ട്. അതൊന്ന് കണ്ടു നോക്ക് നിങ്ങൾ. ട്രാവൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾക്ക് ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരീബിയൻ രാജ്യത്ത് വന്ന സെയിന്റ് കിറ്റ്സ് ആൻഡ് നെവിസ്, അതേപോലെ പല രാജ്യങ്ങളുണ്ട് ഇവിടെ, സെയിന്റ് ലൂസിയ പോലുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 3-4 കോടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ പാസ്പോർട്ട് കിട്ടും. വളരെ പവർഫുൾ പാസ്പോർട്ടാണ്. 140ഓളം രാജ്യങ്ങളിൽ നിങ്ങൾക്ക് വിസ ഓൺ അറൈവൽ കിട്ടും. പല സ്ഥലത്തേക്കും വിസ ഇല്ലാതെ പോകാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള പല ബെനിഫിറ്റുകളും ഉണ്ട്. സോ ഇഫ് യു ഹാവ് മണി പ്ലീസ് ബൈ എ പാസ്പോർട്ട് ഫ്രം ഹിയർ. അല്ലാതെ തൊട്ടനും പിടിച്ചതിനും ഈ പറഞ്ഞ പോലെ എന്നെ ഒരു സ്ഥലത്ത് കയറ്റിയില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും അത് നമ്മുടെ രാജ്യത്തിന്റെ കുറ്റമായി കാണാതെ, രാജ്യത്തിന്റെ കുറ്റമായി പറയാതെ, രാജ്യത്തെ മാനം കെടുത്താതെ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള നിങ്ങൾ കണ്ടില്ലേ? ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താ നിങ്ങൾ മനസ്സിലാക്കണം. ഈ പറഞ്ഞ കരീബിയൻ രാജ്യങ്ങളിൽ 3 കോടി 4 കോടി 5 കോടി 10 കോടിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വിസ കിട്ടും. ആ വിസ കിട്ടണമെങ്കിൽ ഈ പൈസ കൊടുക്കണമെങ്കിൽ നമ്മൾ ഇന്ത്യയിലെ ഞാൻ നേരത്തെ പറഞ്ഞ 2% കോടീശ്വരന്മാരാണെങ്കിലല്ലേ പറ്റുള്ളൂ. ആ കോടീശ്വരന്മാർ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അവരുടെ വിസ അല്ലെങ്കിൽ അവിടുത്തെ റെസിഡൻസി എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാരെ തന്നെയാണ് നമ്മുടെ രാജ്യത്ത്. അപ്പം ആ 2% അല്ലാണ്ട് സാധാരണക്കാർക്കും ഈ പൈസ കൊടുക്കാണ്ട് ആ അവസ്ഥയിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് ഇൻഡെക്സ് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഡിപ്ലോമസിനെ പറ്റി പറയണ്ടേ? നമ്മുടെ രാജ്യത്തെ അവസ്ഥ, നമ്മുടെ ആളുകളുടെ അവസ്ഥ, ആളുകളുടെ കയ്യിലുള്ള കാശ്. ഞാൻ പറഞ്ഞ GDP എന്ന് പറഞ്ഞ സാധനം പെർ ക്യാപിറ്റ GDP ഹയർ ആയി കഴിഞ്ഞാലേ ഉള്ളൂ നമ്മുടെ രാജ്യത്തിന് ഒരു വില വരുന്നുള്ളൂ. മറ്റ് രാജ്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ പൈസ കൊടുക്കും, നമ്മൾ അവിടെ ചിലവാക്കും, ഇവൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, ഇവൻ്റെ GDP 4ാം സ്ഥാനമായിട്ട് കാര്യമില്ല ലോകത്തെ. ഇവൻ്റെ പെർ ക്യാപിറ്റ GDP നല്ലതാണ്. നമ്മുടെ ഒരു പെർ ക്യാപിറ്റ GDPയും ഈ പറഞ്ഞൊരു ഹൈ എൻഡ് രാജ്യത്തെ പെർ ക്യാപിറ്റ GDPയും നിങ്ങൾ വിട്ടേക്ക്. നിങ്ങൾ 4ാം സ്ഥാനത്ത് നമ്മുടെ തങ്ങ് മാറ്റി നിർത്തിയിട്ട് 20ാം സ്ഥാനത്തുള്ള ഏതെങ്കിലും രാജ്യത്തിൻ്റെ പെർ ക്യാപിറ്റ GDP എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വളരെ പൂറങ്ങ് കിടക്കും. നമ്മൾ ഏകദേശം 86-87ാമത്തെ സ്ഥാനത്താണ് പെർ ക്യാപിറ്റ GDPയിൽ. അതുകൊണ്ടാണ് നമ്മുടെ പാസ്പോർട്ട് കയറി 85ാമത്തെ സ്ഥാനത്ത് വരുന്നത്. ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇതറിയാണ്ട് നമ്മൾ രാജ്യത്തിനെ പറ്റി പറഞ്ഞോ, നിങ്ങൾ എന്ത് വേണേൽ നല്ലത് പറഞ്ഞു, നല്ലത് തന്നെ പറയണം. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ദുരവസ്ഥയും കൂടെ ചില ട്രാവലർ ഈ രീതിയിൽ സംസാരിക്കുമ്പം നമ്മൾ അതിനെ കണ്ണു മൂടി കെട്ടിട്ട് നമ്മളവിടെ സംഗീതം കളിക്കാണ്ടിരിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ അല്ലേ. സുജിത്ത് സംഗീതം കളിച്ചതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ ഇതിൻ്റെ താഴത്ത് വന്ന് കമൻ്റ് ഇട്ട സംഖ്യകളുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഇത്രയുള്ളൂ ഇതിൻ്റെ കാര്യം. ഏറ്റവും ബേസിക് ആയി നമ്മൾ അത് ചിന്തിച്ചാൽ മതി. വേറെ ഇയാൾ പറഞ്ഞതോ അല്ലെങ്കിൽ സുജിത്ത് പറഞ്ഞതിൽ ഒരു പ്രശ്നവും. രണ്ടാളും 2 ആസ്പെക്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ ഈ 2 ആസ്പെക്റ്റിലോട്ട് നമ്മുടെ രാജ്യം എത്താനുള്ള കാരണങ്ങളാണ് ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ ഇപ്പം ഇവിടുന്ന് പറഞ്ഞത്. ഇതിൻ്റെ താഴത്ത് വന്ന് സംഖ്യകൾ കുറയ്ക്കും എന്ന് എനിക്കറിയാം. നിങ്ങൾ കുറച്ചോ? പട്ടി ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും, കടിക്കാറില്ല. അതുകൊണ്ട് പട്ടികൾ കുറയ്ക്കുക തന്നെ ചെയ്യും, സംഖ്യയെ കുറച്ചോ, ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മുടെ റഹീസ് റഹ്മാൻ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയില്ലേ, ഒരു ട്രാവലർ, കഴിഞ്ഞ ദിവസം പുള്ളി ഒരു ഇതിട്ടിരുന്നു. റഹീസ് അമീർ അലി ഇന്ത്യൻ ആയതിനാൽ അപമാനിച്ച് തിരിച്ചയച്ചു, ഒരു രാജ്യത്ത് ചെന്നപ്പോൾ ഉള്ള അവസ്ഥ എന്നും പറഞ്ഞിട്ട് പുള്ളി ജപ്പാനിലോട്ട് ഒരു ക്രൂസ് എന്താ പറയുക
ട്രാവലായിരുന്നു. കപ്പലിൽ പോണ സമയത്ത് ജപ്പാനിലോട്ട് പോണ സമയത്ത് പുള്ളിനെ മാത്രം മാറ്റി ബാക്കി എല്ലാ രാജ്യക്കാരെയും വിട്ടു. കാരണം പുള്ളി ഇന്ത്യനാണ്. പുള്ളിക്ക് അവിടെ ഓണറേബിൾ വിസ ഒന്നുമില്ല. ഈ പുള്ളിയുടെ എന്താ പറയുക, പുള്ളി വിചാരിച്ചു ഈ ഒരു ട്രാവലിൻ്റെ ഇടയിൽ പുള്ളിനെ സമ്മതിക്കും. പുള്ളിക്ക് കയറാൻ പറ്റിയില്ല, പുള്ളി തിരിച്ചു പോരേണ്ടി വന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ഇത്രയേ ഉള്ളൂ. പുള്ളിക്ക് അത് ഇന്ത്യൻ പാസ്പോർട്ട് ആയതുകൊണ്ട് തന്നെയാണ്. പിന്നെ പ്ലസ് നീ ഒരു മുസ്ലിമും കൂടാണ്. ജപ്പാൻ മാത്രമല്ല, പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് ഈ ട്രാവൽ ജപ്പാൻ, കൊറിയ രാജ്യങ്ങൾ, കൊറിയയിലൊക്കെ ഏറ്റവും കൂടുതൽ റേസിസ് അല്ല, അത് നിങ്ങൾക്ക് ആർക്കറിയാം. ഇന്ത്യക്കാരൊരു ബ്ലാക്ക് ആയിട്ട് കാണുന്നത് കൊറിയക്കാർ തന്നെയാണ്. അവർക്ക് നല്ല റേസിസ് ഉണ്ട്. അത് ഇന്ത്യക്കാരുണ്ട് പല രാജ്യത്തുണ്ട്. അതിനൊന്നും ഒരു മാറ്റമില്ല. അത് യൂറോപ്യൻ കൺട്രീസിലൊക്കെ നല്ല രീതിയിലുണ്ട്. അതൊന്നും നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്തൊക്കെ പറഞ്ഞാൽ അവസാനം മഹീൻ ഇപ്പം ഉക്രൈനിൽ എത്തിയിട്ടുണ്ട്. വേറെ പല രീതിയിലും പുള്ളിക്ക് എങ്ങനെയൊക്കെ അതിൻ്റെ എന്താ പറയുക വിസ അടിച്ച് കിട്ടി ഇപ്പോൾ ഉക്രൈനിൽ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ മഹീൻ പോണ പല സ്ഥലങ്ങളും ആദ്യം കിട്ടൂല എന്ന് പറഞ്ഞെങ്കിലും പുള്ളി എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിപ്പടച്ച് ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് കൂടെ അവിടെ എത്താറുമുണ്ട്. അപ്പം ഇത്രയൊക്കെയുള്ള കാര്യം. പൈസ ഉള്ളവൻ, കാശുള്ളവൻ ഒക്കെ എവിടെയെങ്കിലൊക്കെ എത്തിപ്പെടും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ വിസ എടുത്തിട്ടോ ഒക്കെ എത്തിപ്പെടും. പിന്നെ ഇവരുടെയൊക്കെ പാസ്പോർട്ടിൽ, അത് സുജിത്ത് തന്നെ പണ്ട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, തൻ്റെ പാസ്പോർട്ടിൽ അമേരിക്കൻ വിസയും മറ്റു പല രാജ്യങ്ങളുടെ എൻട്രി എക്സിറ്റ് ഉള്ളത് കൊണ്ട് പുള്ളിക്ക് പെട്ടെന്ന് വിസ കിട്ടും. ഇപ്പം നമ്മളെ സാധാരണ ഒരാൾ പെട്ടെന്ന് കയറി വലിയ രാജ്യത്തോട്ട് പോകണമെന്ന് വെച്ചാൽ നമുക്ക് ഹോൾഡ് ചെയ്യും നമ്മൾ. അത് സത്യമാണ്. അതിവിടെ മതവും പ്രശ്നമാണ്, രാജ്യത്തിൻ്റെ ഡിപ്ലോമസിയും പ്രശ്നമാണ്, നമ്മുടെ ഇന്ത്യക്കാരുടെ സിവിക്സ് ഭയങ്കര അബദ്ധമാണ് എന്നുള്ളത് നമ്മൾ സമ്മതിച്ചു കൊടുത്താൽ മതി.